നമസ്കാരം, ATM മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ വിപണിയിൽ ചാഞ്ചാട്ടം തുടരുന്നു. ഇന്ന് ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് ആണ്. 2 ദിവസത്തെ നേട്ടത്തിന് ശേഷമാണ് ഇന്നൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. എന്നിരുന്നാലും ഇന്നൊരു ഇൻട്രാഡേ ബേസിൽ നോക്കുമ്പോൾ മാർക്കറ്റ് റിക്കവറിക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ന് വിപണിക്ക് തുടക്കത്തിൽ നേരിട്ട നഷ്ടം നികത്താൻ സാധിച്ചത്? ഇനി ചൊവ്വാഴ്ച വ്യാപാരത്തിലെ വിപണിയുടെ മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെ, നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെ, ഇത്തരം ഘടകങ്ങളാണ് ഈ വീഡിയോയിൽ പ്രധാനം പങ്കുവെക്കുന്നത്. നമുക്ക് ആദ്യം ഇന്നത്തെ ഒരു തിങ്കളാഴ്ചത്തെ വ്യാപാരത്തിൻ്റെ വിപണിയുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഒരു വീക്ക് നോട്ടിലാണ് ഇന്നൊരു ഓപ്പണിംഗ് ഉണ്ടായത്. അതിനുശേഷം തുടക്കത്തിൽ തന്നെ ഒരു ഗ്യാപ് ഡൗണിലുണ്ടായി കൂടുതൽ താഴ്ചയിലേക്ക് തുടക്കത്തിൽ തന്നെ പോകുന്നത് കണ്ടു. പക്ഷേ ഒരു നിർണായകമായ ഒരു സപ്പോർട്ട് നിലവാരത്തിന് പിന്തുണ ആർജിച്ച് പ്രധാനപ്പെട്ട ഒരു സൂചികൾ മടങ്ങി വരുന്നതാണ് കാണാനായത്. അപ്പോൾ ഇന്നുണ്ടായ നഷ്ടത്തിൻ്റെ ഒരു ഏറിയ പങ്കും മറികടക്കുകയും പ്രധാനപ്പെട്ട ഒരു നിർണായകമായ നിലവാരത്തിന് മുകളിൽ തന്നെ ഒരു സൈക്കോളജിക്കൽ മാർക്കറ്റിൻ്റെ മുകളിൽ തന്നെ ക്ലോസ് ചെയ്യാൻ സാധിക്കുകയും കണ്ടു. ആയതൊരു തുടക്കത്തിൽ തന്നെയാണ് ഒരു കടുത്ത ചാഞ്ചാട്ടം നേരിട്ടത്. നഷ്ടത്തിൽ ഓപ്പൺ ചെയ്ത് കൂടുതൽ നഷ്ടത്തിലേക്ക് പോയി, അതിൽ നിന്ന് റിക്കവർ ഉണ്ടായി. അതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് ആക്ഷൻ ആയിരുന്നു ഇന്നത്തെ ഒരു ഏറിയ പങ്കും ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നിരുന്നാലും ഇന്നത്തെ താഴെ നിലവാരങ്ങളിൽ നിന്നും ഒരുപാട് മുന്നേറി തന്നെയാണ് ക്ലോസിംഗ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളതും ശ്രദ്ധേയം. അങ്ങനെ നോക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച വ്യാപാരത്തിനുള്ളിൽ നോക്കുമ്പോൾ BSE മുഖ്യ സെൻസെക്സ് ആകട്ടെ 54 പോയിന്റ് അല്ലെങ്കിൽ 0.06% താഴ്ന്ന് 85,213 എന്നുള്ള നിലവാരത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. സമാനമായി NSE മുഖ്യ നിഫ്റ്റി ആകട്ടെ 20 പോയിന്റ് ഡൗൺ അല്ലെങ്കിൽ 0.08%. ഇതെല്ലാം ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് തന്നെയാണ് പറയേണ്ടത്. 26,027 എന്ന നിലവാരത്തിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തി. 2 ദിവസത്തെ ശേഷമാണ് ഒരു വീണ്ടും തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എന്നാൽ ഇവിടെ ശ്രദ്ധിക്കണം, നിഫ്റ്റി വീണ്ടും 26,000 തുടർച്ചയായി തന്നെ 26,000 എന്നുള്ള സൈക്കോളജിക്കൽ മാർക്കറ്റിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇനി നിഫ്റ്റി സ്റ്റോക്കുകൾ അല്ലെങ്കിൽ നിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഭാഗമായിട്ടുള്ള ഓഹരികളുടെ കൂട്ടത്തിലെ പെർഫോമൻസ് നോക്കുമ്പോൾ ഇൻഡിഗോയും ട്രെൻഡും ആണ് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയത്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഐഷർ മോട്ടോഴ്സുമാണ് നിഫ്റ്റി സ്റ്റോക്സിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടത്. ഇനി NSE പ്രധാനപ്പെട്ട ഒരു സെക്ടറിൽ സൂചികയെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്ന് 72 പോയിന്റ് നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 0.12% ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് ആണത്. 59,462 എന്നുള്ള നിലവാരത്തിലും ക്ലോസിംഗ് രേഖപ്പെടുത്തി. അപ്പം തുടക്കത്തിൽ നഷ്ടം നേരിട്ടിട്ടും ഇന്നത്തെ ഒരു മാർക്കറ്റ് റിക്കവറിയെ സഹായിച്ചിട്ടുള്ള ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം BSE സെൻസെക്സ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ താഴെ നിലവാരത്തിൽ നിന്നും അല്ലെങ്കിൽ ഡേ ലോയിൽ നിന്നും 400 പോയിന്റുകൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി ആകട്ടെ ഏകദേശം 100ഓളം പോയിന്റുകൾ റിക്കവർ ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പം നഷ്ടത്തിന് നേറിയ പങ്കും തീർത്തൊരു ചെറിയൊരു ഫ്ലാറ്റ് ക്ലോസിംഗ് തന്നെയായിരുന്നു. പ്രധാനമായും 2 ഘടകങ്ങളാണ് നമുക്ക് കാണാൻ കഴിയും. ഒന്നെന്ന് പറയുകയാണെങ്കിൽ US മാർക്കറ്റിൽ നിന്ന് US ഫ്യൂച്ചേഴ്സ് ഇമ്പ്രൂവ് ആയപ്പോൾ ലഭിച്ചിട്ടുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ ഇടയൊരു ഘട്ടത്തിൽ ഒരു 0.4 വരെയുള്ള 0.5% നേട്ടത്തിൻ്റെ അടുത്തേക്ക് US ഫ്യൂച്ചേഴ്സ് എത്തിയതോടെ ഒരു ഇന്നത്തെ ഒരു US വിപണിയിലും ഒരു നേട്ടമായിരിക്കുന്നുള്ള പ്രതീക്ഷ മാർക്കറ്റ് സെന്റിമെന്റ്സ് ബെറ്റർ ആകാൻ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ചൂട് പിടിച്ച് സൂചികൾക്ക് മുന്നേറാനുള്ളൊരു അവസരം ലഭിച്ചു. അപ്പം US മാർക്കറ്റിൽ അല്ലെങ്കിൽ US ഫ്യൂച്ചേഴ്സ് നേട്ടത്തിലേക്ക് മടങ്ങിയെത്തത് ഇന്ത്യൻ വിപണിയും മുന്നോട്ട് നയിച്ചൊരു ഘടകമായി മാറിയിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ വാല്യൂ ബൈയിങ് ആണ്. അല്ലെങ്കിൽ സെലക്റ്റീവായിട്ട് ചില സെക്ടറുകൾ കേന്ദ്രീകരിച്ചുള്ള ബൈയിങ് വന്നിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട സൂചികളെ മുന്നോട്ട് ഉയർത്തിയിട്ടുണ്ട്, നഷ്ടത്തിൽ നിന്ന് കരകയറാൻ സഹായിച്ചിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും കൺസ്യൂമർ ഡ്യൂറബിൾസ് നോക്കുകയാണെങ്കിലും FMCG IT സെക്ടറുകളൊക്കെ നോക്കുമ്പോൾ ഒരു സെലക്റ്റീവ് ബൈയിങ് കാണാം. അപ്പോൾ ഇത് തുടക്കത്തിൽ നേരിട്ട ഒരു തിരിച്ചടിയിൽ നിന്നും കരകയറുന്നതിന് സഹായിച്ചിട്ടുണ്ട്. അപ്പം ആദ്യത്തെ ഘട്ടത്തിൽ ഒരു ഗ്ലോബൽ മാർക്കറ്റ്സ് ഒരു നിറമങ്ങിയ രീതിയിൽ നിൽക്കുമ്പോഴാണ് US ഫ്യൂച്ചേഴ്സിൻ്റെ ഒരു ഗ്രീനിലോട്ട് എത്തുന്നത്. ഈ 2 ഘടകങ്ങളും ഒരു വാല്യൂ ബൈയിങ് അല്ലെങ്കിൽ സെലക്റ്റീവ് ആയിട്ടുള്ള സെക്ടറുകൾ കേന്ദ്രീകരിച്ചുള്ള ബൈയിങ്, ഓഹരികൾ കേന്ദ്രീകരിച്ചുള്ള ബൈയിങ് വന്നതും ഗ്ലോബൽ മാർക്കറ്റ് സെനാറിയോ ബെറ്ററായി വന്നതും കൊണ്ടും വിപണിക്ക് ആ ഒരു നഷ്ടം നികത്താൻ അല്ലെങ്കിൽ നഷ്ടത്തിൻ്റെ ആഘാതം കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇന്ത്യ US ട്രേഡ് ഡീൽ സംബന്ധിച്ചുള്ള അൺസർട്ടനിറ്റി നിൽക്കുന്നതാണ് വിപണിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഉൾവെൽവിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ട്രിഗറിൻ്റെ ഒരു അഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു വാല്യുവേഷൻസ് അട്രാക്റ്റീവ് ആയിട്ടുള്ളതിൻ്റെ ഒരു പുറത്തുള്ളൊരു വാല്യൂ ബൈയിങ് വന്നിട്ടുള്ളത് മാർക്കറ്റിന് ഇന്ന് നേരിയ തോതിൽ മുന്നേറാൻ സഹായിച്ചിട്ടുണ്ടെന്ന് കാണാം. പിന്നെ ബ്രോഡർ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ പറയേണ്ട ഒരു മിക്സ്ഡ് പെർഫോമൻസ് ആണ് കാണാനാവുക. ഇപ്പോൾ NSEയിൽ നിന്ന് മൊത്തം ട്രേഡ് ചെയ്യപ്പെട്ടത് 3,237 ഓഹരികളാണ്. ഇതിൽ നേട്ടത്തോടെ ക്ലോസ് ചെയ്ത് 1,665 ഓഹരികളും നഷ്ടത്തോടെ ക്ലോസ് ചെയ്ത് 1,468 ഓഹരികളുമാണ്. അൺചേഞ്ച്ഡ് 104. അപ്പം എന്ന് പറയുമ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള, അതായത് മാർക്കറ്റ് ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ ഒരു ബാലൻസ്ഡ് ആയിരുന്നു. അതായത് ബേഴ്സിന് ഒരു സിഗ്നിഫിക്കൻറ്റ് കൺട്രോൾ ലഭിക്കാത്ത ഒരു ക്ലോസിംഗ് ആണെന്ന് നമുക്ക് ഈ മാർക്കറ്റ് ബ്രെഡ്ത്ത് കാണുമ്പോൾ മനസ്സിലാകും.
ഇനി ഇന്ന് 52 വീക്ക് ഹൈ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഉയർന്ന നിലവാരങ്ങളിലേക്ക് എത്തി 68 ഓഹരികളാണ്. 52 വീക്ക് ലോ ഒരു വർഷത്തെ താഴെ നിലവാരങ്ങളിലേക്ക് പോകുന്നത് 101 ഓഹരികളാണ്. ഇനി NSEയുടെ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് സൂചികൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 500 സൂചിക ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. അപ്പം 500 ഓഹരികൾ കൂട്ടത്തിൽ നോക്കുമ്പോൾ 258 ഓഹരികൾക്ക് നേട്ടത്തോടെ ഒരു പോസിറ്റീവ് നോട്ടിൽ ക്ലോസിന് സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് നെഗറ്റീവാണ്, 0.12% നഷ്ടം. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ആകട്ടെ 0.21% നേട്ടം. അപ്പോൾ ഒരു നോക്കുമ്പോൾ ഒരു ബ്രോഡർ മാർക്കറ്റ് നോക്കുമ്പോൾ ഒരു മിക്സ്ഡ് ആയിരുന്നു എന്ന് കാണാം. ഇനി സെക്ടർ സൂചി നോക്കുമ്പോൾ ഒരു മിക്സ്ഡ് ഔട്ട്ലുക്ക് തന്നെയാണ് നൽകുന്നത്. നിഫ്റ്റി FMCG, നിഫ്റ്റി IT, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക്, നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ്, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയവയാണ് ഇന്ന് നേട്ടത്തോടെ ക്ലോസിൻ്റെ ചെയ്ത NSEയുടെ പ്രധാനപ്പെട്ട സെക്ടർ സൂചികൾ. മറുവശത്ത് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി ഫാർമ, നിഫ്റ്റി റിയാലിറ്റി, നിഫ്റ്റി ഹെൽത്ത് കെയർ എന്നിവയാണ് നഷ്ടത്തിൽ ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു സൂചികളുടെ ഭാഗത്ത് കുറേയൊക്കെ പോസിറ്റീവിലായിരുന്നെങ്കിലും മറുഭാഗത്ത് നെഗറ്റീവായിട്ട് നിൽക്കുന്നതും കണ്ടു. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡേറ്റ നോക്കുകയാണെങ്കിൽ FIS സെല്ലിംഗ് തുടരുക തന്നെയാണ്. ഇന്ന് 1428 കോടി രൂപയുടെ സെല്ലിംഗാണ് NSE ക്യാഷ് സെഗ്മെൻറ്റിൽ നടത്തിയിട്ടുള്ളത്. മറുവശത്ത് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ആകട്ടെ 1735 രൂപയുടെ ബൈങ് നടത്തിയിട്ടുണ്ട്. അതായത് FISനെ സെല്ലിങ്ങിനും ഇവിടെ അബ്സർവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ FISനെ സെല്ലിങ്ങിനെ മറികടക്കുന്ന തൊട്ട് മുകളിലുള്ള രീതിയിലൊരു ബൈങ്ങാണ് DIS നടത്തിയിട്ടുള്ളതെന്നും കാണാം. DIS ഇച്ചിരിയുടെ ഒരു റിസർവ് അപ്രോച്ച് ആയിരുന്നു നമുക്കിന്ന് മനസ്സിലാകും. ഇനി ചൊവ്വാഴ്ചത്തെ വ്യാപാരത്തിൽ വിപണിയുടെ മുന്നിലുള്ള സാധ്യതകളിൽ നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്തായാലും ഇന്നത്തെ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം അവർ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. അതിൽ നിന്നും വളരെ സ്മാർട്ടായിട്ടുള്ള റിക്കവറി നമുക്ക് കാണാൻ കഴിഞ്ഞു ഇൻട്രാഡേ ബേസിസിൽ നോക്കുമ്പോൾ. പക്ഷെ എന്നിരുന്നാലും ഒരു നേരിയ നഷ്ടത്തോടെ 0.08% ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് ആണ് ഉണ്ടായത്. 26,027 ക്ലോസ് ചെയ്ത് 26,000 എന്നുള്ള നിലവാരം തുടർച്ചയായും മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും ഒരു പോസിറ്റീവായിട്ട് ഘടകമാണ്. ഇപ്പോൾ ഇൻഡെക്സ് ഇപ്പോൾ നിൽക്കുന്നത് പറയുകയാണെങ്കിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ട്രെൻഡ് ലൈനിൻ്റെ അടുത്തായിട്ടാണ്. അതായത് ഡിസംബർ 8 രേഖപ്പെടുത്തിയിട്ടുള്ള റീസെൻറ്റ് ഹൈ ആയിട്ടുള്ള 26,326ഉം 26,179 കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ആ ഒരു ഹൈ ട്രെൻഡിലാണിത്. അതുപോലെ തന്നെ 26,000 നിലവാരത്തിന് മുകളിൽ നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഷോർട്ട് ടൈം ടെക്നിക്കൽ ഇൻഡിക്കേറ്ററായി നോക്കുകയാണെങ്കിൽ 20-യുടെ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് 25,966 അതിൻ്റെ മുകളിൽ നിന്നൊരു ക്ലോസിങ് സാധിച്ചിട്ടുണ്ട്. അതും തുടർച്ചയായി 2ാം ദിവസമാണ് 20-യുടെ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന് മുകളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഷോർട്ട് ടൈം മൊമെൻറ്റം ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണത്. ഒരു ഡെയിലി ചാർട്ട് നോക്കുമ്പോൾ റീസണബിൾ ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽ കാണാം. 26,000 എന്നുള്ള ഒരു ഓവർഹെഡ് റെസിസ്റ്റൻസിൻ്റെ ക്രൂഷ്യലായിട്ട് ഓവർഹെഡ് റെസിസ്റ്റൻസിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ആ ഒരു ഡൗൺ സ്ലോപ്പിംഗ് ട്രെൻഡ് ലൈനിൻ്റെ താഴെയായിട്ടാണ് ക്യാൻഡിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് 26,000 എന്നുള്ള നിലവാരത്തിൻ്റെ ആ ഒരു ഓവർഹെഡ് റെസിസ്റ്റൻസിൻ്റെ മുകളിലുള്ള ഒരു ബ്രേക്കൗട്ടിന് അറ്റംപ്റ്റ് ചെയ്യുന്നതായിട്ട് വേണമെങ്കിൽ വായിച്ചെടുക്കാം. അതൊരു പോസിറ്റീവ് ഇൻഡിക്കേഷനാണ്. ഇനി നിഫ്റ്റി വ്യൂ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നാളത്തെ നിഫ്റ്റിയിൽ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ നോക്കുകയാണെങ്കിൽ 26,050 26,100 എന്നുള്ളതാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ 26,050 26,100 മുകളിൽ ആ ഒരു സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ റീസെൻറ്റ് സ്വിംഗ് ഹൈ ആണ് 26,100. അപ്പോൾ അതിന് മുകളിലൊരു സസ്റ്റൈൻഡ് മൂവ് ലഭിക്കുകയാണെങ്കിൽ ഇൻഡെക്സിൻ്റെ നിഫ്റ്റിയിലുള്ള ഇപ്പോഴത്തെ ഒരു പുൾ ബാക്ക് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയാണ് 26,200 26,300 നിലവാരങ്ങളിലേക്ക് മുന്നേറുള്ള വഴി തെളിയും. 26,050 26,100 എന്നുള്ള നിലവാരത്തിന് മുകളിൽ ആ സോണിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ 26,100 റീസെൻറ്റ് ഹൈയുടെ മുകളിൽ ആ ഒരു സസ്റ്റൈനബിൾ മൂവ് ലഭിക്കണം. ഇനി മറുവശത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് തൊട്ട് താഴെ നോക്കേണ്ട ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 25,950 25,900 ഇന്നത്തെ ഏകദേശം ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഒരു നിഫ്റ്റിയുടെ ഒരു അണ്ടർലൈൻ ട്രെൻഡ് പോസിറ്റീവ് ആണെന്ന് തന്നെ കരുതാം. അപ്പോൾ ഒരു റിപ്പീറ്റ് ചെയ്ത് അതായത് ഒരു ഓവർഹെഡ് റെസിസ്റ്റൻസിനെ റിപ്പീറ്റ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് ഒരു ഇവഞ്ച്വലി ഒരു നിഫ്റ്റി ബ്രേക്കൗട്ടിലേക്ക് കൊണ്ടുപോകുമോ ഇല്ലയോ. അതായത് 26,000 26,100 നിലവാരം 26,000 26,100 നിലവാരത്തിന് മുകളിൽ ആ ഒരു റെസിസ്റ്റൻസ് കൊണ്ട് മുകളിൽ തുടർച്ചയായി പരീക്ഷിക്കപ്പെടുന്ന ഒരു ബ്രേക്കൗട്ടിനെ ശ്രമിക്കുകയാണോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ അത് ലഭിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ഒരു അണ്ടർലൈൻ ട്രെൻഡ് ഇപ്പോഴും പോസിറ്റീവ് തന്നെയാണ്. ആ ഒരു ബ്രേക്കൗട്ടിൻ്റെ ശ്രമത്തെ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം. ആ ഒരു ബ്രേക്കൗട്ട് ലഭിക്കുമെന്നും പ്രതീക്ഷിക്കാം. ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് എല്ലാ മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസ് ഷെയർ ചെയ്യുന്നത് മാത്രം. ഏവർക്കും നാളെ നല്ല ദിനമാവട്ടെ എന്ന് ആശംസയോടെ നിർത്തുന്നു. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.